ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിൽ നമ്മൾ ഈ നാലാമത്തെ സംസ്ഥാനത്തേക്ക് ഇതുവരെ 301 സീറ്റുകളുടെ സാധ്യതകളാണ് ന്യൂസ് 18 ഒപ്പീനിയൻ പോൾ പ്രകാരം പ്രസിദ്ധീകരിച്ചത്. അതിൽ 219 NDA സഖ്യത്തിന് ലഭിച്ചു. അതിൽ 70 സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്. 12 സീറ്റുകൾ അതേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. 219 301-ൽ 219 നേടിയാണ് ഇപ്പോൾ NDA സഖ്യം വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലേക്ക് പോയാൽ നമുക്കറിയാം ഹിന്ദി ഹൃദയ ഭൂമിയാണ്. കഴിഞ്ഞ തവണ 2019-ൽ 25 സീറ്റുകളും രാജസ്ഥാനിൽ BJPക്കായിരുന്നു. ഇത്തവണയും അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത്. 25 സീറ്റുകളും രാജസ്ഥാനിൽ BJPക്ക് 61% വോട്ട് ഷെയർ നേടിയാണ് രാജസ്ഥാനിൽ BJP 25-ൽ 25 സീറ്റുകളും നേടുന്നത്. ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കിട്ടും BJPക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ആവർത്തിക്കുവാനായിട്ട് കഴിയും BJPക്ക് രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്നാണ്. കഴിഞ്ഞ തവണ 58%, ഇത്തവണ 61% വോട്ട് ഷെയർ മാറും BJPയുടെ. കിരൺ, ഒട്ടും അത്ഭുതം ഉണ്ടാകേണ്ട ഒരു ഫലമല്ല. കാരണം അത്രത്തോളം സംഘടനാ സംവിധാനം അടക്കം BJPക്ക് ഏറെ കരുത്തുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റൊരു കാര്യമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരം തിരിച്ചുപിടിക്കുവാൻ BJPക്ക് കഴിഞ്ഞു എങ്കിൽ പോലും ഈ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാത്ത ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം ആകെ മാറുകയാണ്. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും നേടി. ഇത്തവണയും നിലവിലെ സ്ഥിതി അനുസരിച്ച് മുഴുവൻ സീറ്റും BJP ജയിക്കാൻ പോവുകയാണ്. അവിടെ വോട്ട് ഷെയർ ആകട്ടെ കഴിഞ്ഞതിനേക്കാൾ കൂടി എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചു. ഒരുപാട് വർധനമുണ്ട്. 33%-ലേക്ക് ഇന്ത്യ സഖ്യം വല്ലാതെ താഴുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. കിരൺ, വലിയ അത്ഭുതം പെടേണ്ട കാര്യമില്ല അല്ലെ? ഇതിങ്ങനെ ഈ റിസൾട്ട് പ്രതീക്ഷിക്കാം രാജസ്ഥാനിൽ നിന്ന്. രഞ്ജിത്ത്, മഞ്ജുഷ്, രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2019-ലായാലും 2014-ലായാലും ഒരേ റിസൾട്ട് തന്നെയായിരുന്നു. രണ്ട് തവണയും 25 സീറ്റുകളിലും വിജയിച്ചത് BJP തന്നെയാണ്. കഴിഞ്ഞ തവണ 24 സീറ്റുകൾ BJPയും 1 സീറ്റ് RLPയും ആണ് വിജയിച്ചത്. BJPയുടെ സഖ്യകക്ഷി RLP ആണ് വിജയിച്ചത്. അതാണ് ഈ അദേശ് എന്ന് കിടക്കുന്നത്. ഇതാണ് രാജസ്ഥാൻ 2019 ചിത്രം. 2014 ചിത്രം വ്യത്യസ്തമാണ്. 2014 ചിത്രത്തിൽ 25 സീറ്റുകളിലും വിജയിച്ചത് BJP തന്നെയാണ്. ഒരു കാര്യം ആലോചിക്കണം, കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ 24-1 25 സീറ്റ് BJP നേടുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഭരണം, അശോക് ഗെഹ്ലോട്ട് നേതൃത്വത്തിലുള്ള ഭരണം നിൽക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് 2014 അങ്ങനെയല്ല. അവിടെ വസുന്ധര രാജ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ BJP മന്ത്രിസഭ ഇരിക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിലാണ്. അവിടെയാണ് 25 നേടുന്നത്. അതിനുശേഷം കോൺഗ്രസ് മന്ത്രിസഭ ഇരിക്കുമ്പോഴും അതേ 25 തന്നെ നിലനിർത്തുന്നു. 2009-ലെ ചിത്രം കൂടി നോക്കാം. 2009-ൽ പക്ഷേ ചിത്രം അങ്ങനെയായിരുന്നില്ല. 2009-ൽ കോൺഗ്രസിനായിരുന്നു 20 സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്നത് പോലെ അന്ന് ഗെഹ്ലോട്ടായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ ഭരണമാണ്. കോൺഗ്രസിന്റെ ഭരണത്തിന് തൊട്ട് പിന്നാലെ നടന്ന 2008-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 2008 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഗെഹ്ലോട്ട് അധികാരത്തിൽ വരുന്നത്. അത് 2009 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് 20 സീറ്റ് നേടുന്നു. അപ്പോൾ BJPക്ക് 4 സീറ്റുകൾ നേടി. മറ്റുള്ളവർ RLD ആണെന്ന് തോന്നുന്നു. 1 സീറ്റ് കൂടി ഒരു സീറ്റ് കൂടി അവർ നേടിയിരിക്കുന്നു. ഇതായിരുന്നു അവിടുത്തെ ഒരു ചിത്രം. രാജസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് തെലങ്കാന പറഞ്ഞതുപോലെയല്ല. രാജസ്ഥാനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ചിത്രങ്ങൾ വ്യത്യസ്തമായിരുന്ന ചരിത്രം നേരത്തെ തന്നെ ഉണ്ട്. ആ തരത്തിലേക്കൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരം വന്നപ്പോൾ സ്വാഭാവികമായും അവിടെ മുന്നിൽ നിന്ന് നയിച്ചത് മോദിയും അമിത്ഷായും തന്നെയാണ്. മോദിയെ മുൻനിർത്തിയാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഇപ്പോൾ ഈ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഏകപക്ഷീയമായ വിജയം കൈവരികയാണ് കോൺഗ്രസിന് മേൽ. ഇത് ഇന്ത്യ മുന്നണിയിൽ ഈ കോൺഗ്രസിനോടുള്ള ഒരു കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല BJPയെ നേരിടാൻ എന്നുള്ള ഇമേജ് ഉണ്ടാകുവാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഈ BJPയെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം വരികയാണ്. പഞ്ചാബിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി കൂടിയുണ്ട് മുന്നണിയിൽ അല്ലെങ്കിൽ പോലും. പഞ്ചാബിനെ സംബന്ധിച്ച് സ്വാഭാവികമായി വരുന്നത് അവിടെ ഒന്നാമത്തെ പാർട്ടി, നിലവിലെ ഒന്നാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ആം ആദ്മി പാർട്ടി, BJP അവിടെ ഭരണത്തിലുള്ളപ്പോഴും BJP SID സഖ്യമാണ്
ശിരോമണി അകാലിദൾ സഖ്യമാണ്. ശിരോമണി അകാലിദളിനായിരുന്നു ആ കാലത്തെല്ലാം തന്നെ ശക്തമായ ആഭിമുഖ്യ പ്രാധാന്യമുണ്ടായിരുന്നു. ശിരോമണി അകാലിദളിന്റെ സഖ്യകക്ഷിയായിരുന്നു പഞ്ചാബിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്നത്. BJPക്ക് അവിടെ അങ്ങനെ നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഭരണം പിടിക്കാൻ തക്ക ശേഷിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങൾ, എത്രയോ വർഷങ്ങളായി ഈ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ ഭൈരോൺ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്ന രാജസ്ഥാനിലെയും ജനസംഘത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവിടുത്തെ പ്രത്യേകിച്ച് ആ ജനസ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഈ അദ്വാനി വാജ്പേയി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജനസ്വാധീനം ഉണ്ടാക്കിയ നേതാവാണ് അദ്ദേഹം. രാജസ്ഥാൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആൾ. അന്ന് മുതൽ തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ളതാണ്. വിജയരാജ് സിന്ധ്യ പോലെ അവിടുത്തെ രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ BJPയിലേക്ക് വരുന്നു. ആ മട്ടിലൊക്കെ തന്നെ വലിയ പ്രാധാന്യവും അല്ലെങ്കിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് ഷെയർ ഒക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ BJPക്ക് പരമ്പരാഗതമായി തന്നെ വലിയ ശേഷിയുണ്ട്. കോൺഗ്രസ് നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ പോലും BJPക്ക് ലോക്സഭയിൽ ജയിക്കാനുള്ള സ്വാധീനം 2014 മുതൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. 2014 വരെ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. 2014 മുമ്പ് കോൺഗ്രസിന് ലോക്സഭയിൽ കോൺഗ്രസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. BJPയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തുടക്കത്തിൽ ലോക്സഭയിലേക്ക് കോൺഗ്രസിന് ആധിപത്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് BJPക്കായി മാറി. BJPയുടെ ആധിപത്യം വന്ന ശേഷം BJP പിന്നീട് 2 തെരഞ്ഞെടുപ്പിലും ആ ആധിപത്യത്തിൽ ഒരു ചെറിയ ഇടിവെങ്കിലും വരുത്താൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കുറച്ച് വോട്ടെങ്കിലും മാറ്റി 1, 2, 3 സീറ്റെങ്കിലും നേടുക, ആ തരത്തിലേക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു അത്ഭുതവും കൗതുകവും ഒക്കെ ഉണർത്തുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതിൽ ഏറ്റവും കൗതുകം ഉയർത്തുന്നത്. 100 സീറ്റ് നേടി ജയിക്കുമ്പോഴും അവർക്ക് അവിടെ ലോക്സഭ പിടിക്കാൻ കഴിയുന്നില്ല. അല്ല, രാജസ്ഥാനിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയായതുകൊണ്ട് മറ്റു പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BSP അവിടെയുണ്ട്, ഇല്ലേ? അങ്ങനെ ചെറിയ സ്വാധീനമുണ്ട്. അവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ CPM-ന് ഒരു സീറ്റ് നൽകുവാൻ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല. അവിടെ നിസ്സാര ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു. ഈ കോൺഗ്രസ് കേട്ട ഒരുപാട് ആരോപണങ്ങൾ ഒന്നാണ്. കാരണം അവരുടെ അപ്രമാദിത്വമുള്ള സംസ്ഥാനങ്ങളിൽ മറ്റ് കക്ഷികളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അതൊരു പക്ഷേ പരിഹരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം വന്നേനെ, അല്ലേ കിരൺ? ഈ ഇന്ത്യ സഖ്യം പൂർണ്ണതോതിൽ അവിടെ മറ്റുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ അവിടെ ഏത് രീതിയിലാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല, അല്ലെ? അവിടെ ഒരു സീറ്റ് വിഭജനത്തിന്റെ ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. കോൺഗ്രസ് തന്നെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്ന ഒരു സ്ഥിതിയല്ലേ രാജസ്ഥാൻ? ഈ രാജസ്ഥാനെ സംബന്ധിച്ച് പ്രധാനമായി BJP അവിടെ കാലാകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന തന്ത്രം കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ പ്രാദേശിക പാർട്ടികൾക്ക് എല്ലാവിധ പിന്തുണ നൽകി ആ പ്രാദേശിക പാർട്ടികൾക്ക് ശക്തി നൽകുക, അതുവഴി കോൺഗ്രസിൽ നിന്ന് പ്രാദേശിക പാർട്ടികൾ കൂടി ചേർന്ന് ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കൊണ്ടുപോവുക, അതിനുശേഷം അടുത്ത തവണ BJPയിലേക്ക് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭാരതീയ ആദിവാസി പാർട്ടി ആണെങ്കിൽ പോലും 3 സീറ്റിലാണ് വിജയിച്ചത്. പ്രത്യേകിച്ച് ഈ അവിടുത്തെ ആദിവാസി വിഭാഗത്തിനൊക്കെ വലിയ പിന്തുണ നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു. കുറെ സ്ഥലത്ത് ആദിവാസി വിഭാഗത്തിനൊക്കെ പിന്തുണ BJPക്കുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസിന് പിന്തുണയുള്ള പ്രധാനപ്പെട്ട ഈ ട്രൈബൽ മേഖലകളിലെല്ലാമാണ് ഭാരതീയ ആദിവാസി പാർട്ടി. ഗുജറാത്തിൽ നിന്ന് തന്നെ രൂപം കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ്. ആ പാർട്ടി അവിടെ രൂപീകരിക്കുന്നു. അവർ പ്രധാനമായും കോൺഗ്രസിന്റെയും BJPയുടെയും ഇടയിൽ മത്സരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ 3 സീറ്റ്, ഈ വലിയ മത്സരത്തിനിടയിലും 3 സീറ്റിൽ അവർ വിജയിച്ചു എന്ന് ആലോചിക്കണം. 3 സീറ്റിൽ അവർ വിജയിച്ചുവെങ്കിൽ 10 15 സീറ്റിലെങ്കിലും കോൺഗ്രസിന്റെ വിജയത്തിനെ തട്ടിത്തെറിപ്പിക്കുവാൻ ഇത്തരം പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്കും അവർക്കും 1 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BSPക്ക് 2 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BSPയുടെ സ്വാധീനം രാഷ്ട്രീയ ഈ ദളിത് വോട്ടുകൾ തന്നെ അവിടെ 3ആയിട്ട് വിഭജിച്ചു പോകുന്ന 3 പ്രധാന പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. ആ തരത്തിലെല്ലാം വോട്ട് ബാങ്കിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വോട്ടിനെ മാറ്റിക്കൊണ്ടുകൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പാർട്ടികൾക്കൊന്നും ലോക്സഭയിൽ ഒരു വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് വരിക കഴിയില്ല. സ്വാഭാവികമായും ഇത് കോൺഗ്രസിന്റെ വോട്ടിലാണ് ഈ പിളർപ്പ് ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ ഇത്തരം വോട്ടുകൾ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചെറുകിട പാർട്ടികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആ പാർട്ടികളെ വളർത്തി ആ വോട്ട് പിളർത്തുക, അതിനുശേഷം വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, ലോക്സഭാ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ പാർട്ടികളുടെ വോട്ട് കൂടി അവർ കോൺഗ്രസിനെതിരെയാണ് പ്രധാനമായും മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഏത് പാർട്ടിക്കെതിരെയാണോ മത്സരിക്കുന്നത് അതിനെ ബദൽ നിൽക്കുന്ന പാർട്ടിക്ക് അനുകൂലമായ നിലപാടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക. അവർ സ്വാഭാവികമായും BJPക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ലോക്സഭയിലേക്ക് വരും. അതുകൂടി പ്രതിഫലിക്കുന്നതാവണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും 25-ൽ 25 BJP നിലനിർത്തുന്നുണ്ടെങ്കിൽ അത്തരം വോട്ട് ഷെയർ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വോട്ട് ഷെയർ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല 0.5% വോട്ട് ഷെയർ കൂടി
അത് ചെറിയ ഇതിലോട്ട് വ്യത്യാസം കോൺഗ്രസ് മാത്രമേ ആലോചിക്കും. ഉണ്ടായിരുന്നുള്ളൂ. BJP-യുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ കോൺഗ്രസ് ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് വലിയ വ്യത്യാസം വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ അറിയാം. കഴിഞ്ഞ തവണ 34% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, BJP-യുടേത് 58%. നിയമസഭയിലേക്ക് വരുമ്പോൾ മഞ്ജുഷ, നിയമസഭയിലേക്ക് വരുമ്പോൾ അത് 41.69 BJP-ക്കും 31.55 കോൺഗ്രസും 2% വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടി കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇതിനേക്കാൾ 0.5% വോട്ട് കുറവായിരുന്നു. പക്ഷെ BJP-യെ സംബന്ധിച്ച് BJP ഈ വോട്ട് ഷെയർ വല്ലാതെ കൂട്ടി. ഇപ്പൊ ഈ വോട്ട് ഷെയർ നിലനിർത്തിയെങ്കിലും ഭരണം നിലനിർത്താൻ നമുക്ക് ഇതുവരെ കൗതുകകരമായ കണക്ക് വോട്ട് ഷെയറുമായി സീറ്റിന് എണ്ണത്തിന് ഒരു താരതമ്യം. പക്ഷേ രാജസ്ഥാനിലൊക്കെ ഈ പറഞ്ഞ പോലെ BJP-യുടെ വോട്ട് ചിതറിപ്പോകാനായിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല സംഭവിക്കുന്നു. ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ